എല്ലാവർക്കും ഡിലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്തത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. 2 വശവും ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഒരുപാട് സമയം ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് പാനിൽ നിന്നും ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ 2 വശവും ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമുക്കിത് എടുത്ത് മാറ്റേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. ഈ പാല് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തത്. ഈ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് മൊത്തത്തിൽ നമുക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ഈ 2 കപ്പിൽ നിന്നാണ് നേരത്തെ കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ആവാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ഈ കോൺഫ്ലവറിൻ്റെ മിക്സാണ് ചേർക്കാനുള്ളത്. അപ്പോൾ പാലിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇത് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതുപോലെ തുടർച്ചയായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടുള്ള അടുപ്പിൽ നിന്നും ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സും പിസ്താഷ്യം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാവുന്നതാണ്. ഈ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഞാനിവിടെ ആദ്യം ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡാണ് ഒരു ലെയർ വയ്ക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ പാല് കോൺഫ്ലവർ ചേർത്ത് കുറുക്കിയെടുത്തതാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു ലെയർ വെച്ച ശേഷം നമുക്ക് വീണ്ടും ഇതിന് മുകളിലായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് വെക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. എല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സ്ലൈസസ് എല്ലാം വെച്ച ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും പാലിൻ്റെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് ഈ പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ചേർക്കാനുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ റെഡിമെയ്ഡായിട്ടുള്ള വിപ്ഡ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലിക്വിഡായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് വാങ്ങുന്നതെങ്കിൽ അത് നന്നായിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ലെയറായിട്ട് ഈ വിപ്ഡ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വേണം ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്താഷ്യോയും ആൽമണ്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10 എണ്ണം വീതമാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചത് മുഴുവനും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഒരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 6 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് തയ്യാറാക്കിയിട്ട് അടുത്ത ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇത് സെറ്റായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്